എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ SCRTയുടെ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യലാണ് എടുക്കുന്നത്. 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ എബ്രഹാം ലിങ്കൻ്റെ ഒരു കോട്ടാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തിന് എബ്രഹാം ലിങ്കൻ്റേതായ ഒരു നിർവചനമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആരുടെ വാക്കുകളാണെന്ന് ഓർത്തു വെക്കുക. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പുരാതന ഗ്രീക്ക് ചരിത്രകാരൻ ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഇപ്പോൾ ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ഗ്രീക്ക് ചരിത്രകാരനാണ്. ഡെമോക്രസി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപപ്പെട്ടത്? ഗ്രീക്ക് പദങ്ങളായ ഡെമോസ്, ക്രാറ്റോസ് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ് മീനിങ്. അപ്പോൾ ജനങ്ങളുടെ അധികാരം എന്നാണ് ഡെമോക്രസിയുടെ മീനിങ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഏതൻസിലാണ്, അതായത് ഗ്രീസിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായിട്ട് പറയുന്നത് ഗ്രീസിനെയാണ്. ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ്, അതുപോലെ ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ട രാജ്യം ഇംഗ്ലണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു നല്ലൊരു സ്ട്രക്ചറായിട്ട് ജനാധിപത്യം രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇനി പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. പാർലമെൻറ്റിൻ്റെ ഉദയമൊക്കെ ഇംഗ്ലണ്ടിലായിരുന്നു. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് നമ്മൾ ജനാധിപത്യത്തെ 2ആയിട്ട് തിരിക്കുകയാണ്. പ്രത്യക്ഷ ജനാധിപത്യവും അതുപോലെ പരോക്ഷ ജനാധിപത്യവും. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ കൂടുതലായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തമുണ്ട്. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. കാരണം എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വേറെ മുന്നിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നേരിട്ട് ജനപങ്കാളിത്തമില്ല. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ്. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷത്തിലുള്ളത്. നേരിട്ടുള്ള വോട്ടിങ്ങിലൂടെ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുകയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ പരോക്ഷ ജനാധിപത്യത്തിൽ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പോൾ തീരുമാനങ്ങൾ പൗരന്മാർ നേരിട്ടെടുക്കുന്നതിനാൽ സങ്കീർണത കുറവായിരിക്കും. ഏതിലാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൽ. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിൽ ഘടക കക്ഷികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ട പ്രതിനിധികൾ എടുക്കുന്ന തീരുമാനങ്ങൾ സങ്കീർണമായേക്കാം. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം പോസിബിൾ ആവുന്നത്. എന്നാൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ പോസിബിൾ ആവുന്നത് ഏതാണ്? പരോക്ഷ ജനാധിപത്യമാണ്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിൽ സാധ്യമാകുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം. എന്നാൽ പരോക്ഷത്തിൽ താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ പ്രദേശങ്ങളിൽ സാധ്യമാകുന്നു. ഇനി ഓരോ രാജ്യങ്ങളും ഏത് ജനാധിപത്യ രീതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നോക്കാം. എക്സാമ്പിൾസ്. ഇപ്പോൾ ഫസ്റ്റിൽ സ്വിറ്റ്സർലൻഡ്, പുരാതന ഏതൻസ് എന്നിവിടങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യമാണ്. പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത് എവിടെയൊക്കെയാണ്? ഇന്ത്യ പോലുള്ള കൂടുതൽ വിസ്തൃതിയും അതുപോലെ കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ ഏറ്റവും ദുർബലനും അതുപോലെ ഏറ്റവും ശക്തനും ഒരേ അവസരം കിട്ടണമെന്നാണ് ജനാധിപത്യത്തിലൂടെ ഗാന്ധിജി ഉണ്ടാക്കിയൊരു കാഴ്ചപ്പാട്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗദി അറേബ്യയും ഭൂട്ടാനും ബ്രൂണയും. അപ്പോൾ പഴയ രീതികൾ ഇപ്പോഴും പിന്തുടരുന്ന രാജ്യങ്ങളാണ് ഇത് 3. രാജഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്.
ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് നിലവിലുള്ളത്. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പ്രതിപക്ഷം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഘടകങ്ങളാണ് അതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളും അതുപോലെ ശക്തമായ പ്രതിപക്ഷവും ഒക്കെ ഇതിൻ്റെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യ അവകാശം എന്നിവയും ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമുക്ക് ജനാധിപത്യ അവകാശങ്ങൾ കൂടാതെ ജനാധിപത്യപരമായ കടമകളുമുണ്ട്. അതാണ് പൊതു ഇടങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പിന്നെ പൊതു നിയമങ്ങൾ അനുസരിക്കുക, അതൊക്കെയാണ് നമ്മുടെ കടമകൾ. എന്നാൽ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യ അവകാശം അതൊക്കെ ജനാധിപത്യ അവകാശങ്ങളിലും പെടുന്നു. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, തിരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെ എന്തൊക്കെയാണ് നടപ്പിലാവുന്നത്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, അതുപോലെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ, തുല്യ പ്രാതിനിധ്യം കിട്ടുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, അതുപോലെ ജനാധിപത്യം ശക്തിപ്പെടുകയാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണോ അവിടെ ജയിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതികളുണ്ട്. അപ്പം ജനാധിപത്യം 2 തരത്തിലുള്ളതുപോലെ തന്നെ തിരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പും ആണുള്ളത്. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. പരോക്ഷ തിരഞ്ഞെടുപ്പിൽ വരുന്ന ഏതൊക്കെയാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പ്രതിനിധികളാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൂട്ടത്തിൽപ്പെടാത്തതൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ഏതാണ്, പരോക്ഷ തിരഞ്ഞെടുപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇത് ചേരുംപടി ചേർക്കാനായിട്ട് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തേത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്. പിന്നീടുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നു, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറക്കുമ്പോൾ തന്നെ അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കലാണ് പത്രിക സൂക്ഷ്മ പരിശോധന നടത്തൽ. പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ആർക്കെങ്കിലും പിൻവലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിൻവലിക്കാം. അതിനുശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണം, പിന്നീട് വോട്ടെടുപ്പ്, പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകൾ. അടുത്തതായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 25. ജനുവരി 25 തിരഞ്ഞെടുപ്പ് ദിനമായിട്ട് ആചരിക്കുന്നു, സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 324. 324 അനുച്ഛേദം ചോദിക്കാറുണ്ട്, എന്തിനെക്കുറിച്ച് പറയുന്നതാണെന്ന്. അതോർത്ത് വയ്ക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിർവാചൻ സദൻ എന്നാണ് അഡ്രസ്സ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്.
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഈ ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതുപോലെ പാർലമെൻറ്റ് പദവികൾ, പിന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. അടുത്തതായിട്ട് അവരുടെ കാലാവധി എത്രയാണ്? രണ്ടുപേരുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 3 അംഗങ്ങളുണ്ടെങ്കിൽ തുല്യ അവകാശമാണ് അവർക്ക്. ഒരാൾ തലപ്പത്ത് ഇരിക്കുന്നു എന്നുള്ളൂ, പക്ഷേ ബാക്കി എല്ലാവർക്കും കാലാവധിയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എടുക്കാനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും എല്ലാം തുല്യമാണ്. ഇനി അടുത്തതായിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോയിന്റുകൾ നോക്കാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഏതാണ് അനുച്ഛേദം? 243 ആണ്. അപ്പോൾ കേരളത്തിൻ്റെ കെ എടുത്തിട്ട് നമുക്ക് ഒരു കോഡ് പോലെ ഓർത്ത് വയ്ക്കാം, 243 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരുടെ കാലാവധി എത്രയാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അവിടെ അംഗങ്ങളുടെ എണ്ണസംഖ്യ തുല്യമാണ്. അംഗസംഖ്യ എത്രയാണ്? 3 ഇനി അടുത്തതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഈ ഒരു 3 വ്യവസ്ഥകളിലൂടെയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലമാണ് ഗ്രാമപഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പഞ്ചായത്ത്. ഇനി അടുത്തതായിട്ട് പഞ്ചായത്ത് രാജ് നിയമം. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭേദഗതിയാണ്. വർഷം 1992. അതുപോലെ നഗരപാലിക നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 74-ാം ഭേദഗതി 1992. അപ്പം ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വേണ്ട ഘടനകൾ, പഞ്ചായത്ത് ഘടനകൾ, അതുപോലെ അവരുടെ പാലിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെയുള്ള ചട്ടങ്ങളൊക്കെ പുറത്തിറക്കിയ 2 നിയമങ്ങളാണ് പഞ്ചായത്ത് രാജും നഗരപാലികയും. അപ്പോൾ വർഷവും അതുപോലെ ഭേദഗതിയും നോട്ട് ചെയ്ത് വെക്കാം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. അപ്പോൾ എന്താണ് ഗ്രാമസഭ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. ഇനി ഗ്രാമസഭയിൽ അംഗങ്ങളാവുന്നതിന് എന്താണ് വേണ്ടത്? ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. എന്നാൽ ഗ്രാമസഭയുടെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243 ആണ്. നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേര് വാർഡ് സഭ എന്നാണ്. നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും. ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പൽ കൗൺസിലാണ്. അപ്പോൾ ചെറിയ പട്ടണങ്ങളിൽ പറയുന്നത് മുനിസിപ്പൽ കൗൺസിലാണ് ഭരണം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം. ഇനി വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ കാലാവധി എത്രയാണ്? ഭരണസമിതി 5 വർഷ കാലാവധിയാണ്. ഇനി നമുക്ക് കേരള നിയമസഭയുടെ കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതിൻ്റെ ഫസ്റ്റത്തെ മുൻഗാമി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായ വർഷം 1888 ആണ്. അതുപോലെ ശ്രീമൂലം പ്രജാസഭ സ്ഥാപിക്കപ്പെട്ടത് 1904 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1949 അപ്പോൾ ഇതൊക്കെ അതിൻ്റെ നാൾ വഴികളാണ്. നിയമനിർമ്മാണ സഭയുടെ നാൾ വഴികളാണ്.
3 കാര്യങ്ങൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, അതുപോലെ ശ്രീമൂലം പ്രജാസഭയുണ്ട്, പിന്നെ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയുണ്ട്. അപ്പോൾ മലബാർ നമ്മുടെ മദ്രാസ് നിയമനിർമ്മാണ സഭയുടെ കീഴിലായിരുന്നു. കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1957 ഏപ്രിൽ 27-നാണ്. കേരള നിയമസഭ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27-ആണ്. നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? MLA ആണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളായിട്ട് കേരളത്തെ തിരിച്ചിരിക്കുന്നു. 140 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. അവർ MLA ആയിട്ട് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ സംസാരിക്കുന്നു. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താണ്? യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ നിലവിൽ 18 വയസ്സാണ് നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള പ്രായമെന്നത്. ഇനി അതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 326. 326-ലാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. 1988-ലായിരുന്നു. നിലവിൽ വന്നത് 89-ലാണ്. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ലോകസഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയത് 1988-ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ 88 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18ആയി കുറച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1989 തന്നെയാണ് എഴുതേണ്ടത്. 1989 മാർച്ച് 28-നാണ് ആ ഒരു നിയമം വന്നത്, ഭേദഗതി നിലവിൽ വന്നത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്